ദേവാ ദേവാ വാട്ടർ അതോറിറ്റിക്ക് ഒരു പരാതി എഴുതണം. വാട്ടർ അതോറിറ്റിക്ക് ഒരു പരാതി എഴുതണമെന്ന്. പിന്നെ ഞാൻ എഴുതണോ? എന്നാ എഴുത്. നീ നിന്നോണ്ട് എഴുതുവാന്ന്? എടാ ഇരുന്നോണ്ട് എഴുതടാ. ഇരിക്കടാ അവിടെ. എഴുത്. എടാ അങ്ങോട്ട് എഴുതാന്. വാട്ടർ അതോറിറ്റിക്ക് അങ്ങോട്ട് അപേക്ഷ എഴുത്. എന്തോ എഴുതണ്ടേന്ന്? സാധാരണ ഒരു അപേക്ഷ എഴുതുമ്പോ ആദ്യം എന്തോ എഴുതുന്നു? ഓമോ? അപേക്ഷയുടെ മണ്ടയ്ക്ക് ഓമോ? നിന്നെ എന്തിനാടാ ഞാൻ പഠിപ്പിക്കാൻ വിട്ടത്? എടാ ഫ്രം എഴുതടാ. ആണോ? അപ്പൊ ഫ്രം എഴുത. അങ്ങോട്ട് പേജ് മറിച്ച് കളിക്കാതെ നീ ഫ്രം എഴുത്. ഫ്രമിന്റെ അഡ്രസ് എന്തുവാ? ഫ്രമിന്റെ അഡ്രസ് എന്തുവാ? എടാ ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ. മനസ്സിലായോ? നിന്നെ എന്തോത്തിനാടാ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വിട്ടത് ഞാന്? അതിന്റെ കുഴപ്പമില്ലേ? 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്റെ കുഞ്ഞെന്തോ പഠിച്ചേ? ABCD. 10 വരെ ABCD പഠിച്ചത്. ABCD ആണ് എക്സാമിന് എഴുതി വെച്ചത്. എഞ്ചിനീയറിംഗ് പഠിച്ചേ. ഫ്രം ടു അറിയത്തില്ല. അങ്ങോട്ട് എഴുത്. നമ്മുടെ അങ്ങോട്ട് എഴുത്. എഴുതിയോ? കാണിച്ചേ. നമ്മുടെ എഴുതി വെച്ചേക്കുന്നു. എടാ നമ്മുടെ എഴുതാ. ഞാൻ ആരാന്ന് എഴുതടാ. ഞാൻ ആരാ നിന്റെ? അതങ്ങോട്ട് എഴുത്. എന്റെ പേരങ്ങോട്ട് എഴുത്. അവനെ പഠിപ്പിക്കാൻ വിട്ട സമയത്ത് അവനെ പഠിപ്പിക്കാൻ ചിലവാക്കിയ പൈസ ബാങ്കിലിട്ടായിരുന്നെ പലിശയെങ്കിലും കിട്ടിയാനിപ്പോ. എന്തോ എഴുതിയേ? നമ്മുടെ അച്ഛൻ ബാലകൃഷ്ണ പിള്ളി. ഞാൻ ആറച്ഛനാടാ. ഞാൻ AEയുടെ AXയുടെ തന്തയാണോ? എടാ നിന്റെ അച്ഛൻ്റെ പേര് ബാലകൃഷ്ണ പിള്ള. അതെഴുത്. അഡ്രസ് ഇങ്ങോട്ട് എഴുത്. തടത്തിൽ വീട്, ഓണാട്ടുകര, മാവേലിക്കര. എഴുതിയോ? നീ 2 എഴുത്. TWO. ഇതാണോടാ 2ന്റെ സ്പെല്ലിങ്? TO. ഇതാ അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഇതാ എന്റെ പൊന്നുമോനെ. ഇതാ മലയാളത്തിൽ എഴുതാതെ ഇംഗ്ലീഷ് എഴുതടാ. THE. അസിസ്റ്റന്റ് എഞ്ചിനീയർ. അസിസ്റ്റന്റ് എഞ്ചിനീയർ. 2 ഉണ്ടോ? 2 W. ഞാൻ നിനക്ക് എന്തോ മോളെ പറയേണ്ടത്? കല്യാണം കഴിപ്പിച്ച് നാറിയെ കൊണ്ട്. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചിട്ട് അവൻ എഴുതാനും അറിയത്തില്ല, സ്പെല്ലിങ്ങും അറിയത്തില്ല, വായിക്കാനും അറിയത്തില്ല. അവിടെ കണ്ട് കിടന്ന നാറി. ബുക്കിംഗ് കിട്ടുമോ നീ? മോളെ നീ വന്നേ. നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന് ഒരു പരാതി എഴുതി. വാട്ടർ അതോറിറ്റി. നമ്മുടെ ഏരിയയിലോട്ട് വാട്ടർ സപ്ലൈ ഇല്ല. അപ്പൊ അതൊന്ന് അപേക്ഷ എഴുതി കൊടുക്കണം. അത് കുഴപ്പമില്ല. നമുക്ക് റഫായിട്ട് എഴുതി മാറ്റി എഴുതാം. ഈ അപേക്ഷ എവിടെ കൊടുക്കുന്നതെന്ന് നിനക്കറിയോ? വെള്ളത്തിന് അപേക്ഷ എഴുതി കല്ലടയാറ്റി കൊണ്ടിട്ടാൽ മതിയോ? വെള്ളം ഇങ്ങനെ തനിയെ നടന്നിങ്ങി വരുമോ? അത് കൊടുക്കേണ്ട AXയ്ക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർക്കൊക്കെയാ. മനസ്സിലായോ? ഡേറ്റ് ഇന്നത്തെ വെച്ചാൽ മതി മോളെ. എന്നിച്ച് പോതി എന്നെ മുന്നിൽ നിന്ന്. എന്നിച്ച് പടാ. ശരിയല്ല. അവള് വിദ്യാഭ്യാസം ചെയ്തതിന്റെ അറിയാനുണ്ട്. നീ വിദ്യാഭ്യാസം ചെയ്തതിന്റെ അറിയാനില്ല. മനസ്സിലായോ? അറിയോടെ കണ്ട് കിടന്നേ. ഓന്റെ മുന്നിൽ നിന്ന്. നിങ്ങൾ അച്ഛൻ എന്തോ ഉദ്ദേശം വെച്ചിട്ടാ? സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അച്ഛനൊക്കെയാ
എന്ന് വെച്ച് കല്യാണം കഴിഞ്ഞു ഒരു കുടുംബം ഒക്കെ ആയി നിങ്ങൾക്ക് 24 മണിക്കൂർ മോനെ ഇങ്ങനെ തൊട്ടിനും പിടിച്ചതിനും എല്ലാം പറയുന്നത്, അതും സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് പറയുന്നത് എനിക്കിഷ്ടമല്ല. വേണ്ടേ, പണ്ടത്തെ പോലല്ല, നിങ്ങൾ കൊച്ചു കുഞ്ഞൊന്നും അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുടുംബമായി. നിങ്ങൾ അത് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നെ മുന്നിൽ വെച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുന്നിൽ വെച്ച് നിങ്ങളെ ഇങ്ങനെ ആട്ടി തൂറ്റിയിട്ട് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര നാണക്കേടാ. എൻ്റെ ഭർത്താവിനെ വേറെ ആരുടെയും മുന്നിൽ വെച്ച്, പ്രത്യേകിച്ച് എൻ്റെ മുന്നിൽ വെച്ച് ഒന്ന് വഴക്ക് പോലും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ കൊച്ചുനാൾ വരെയൊക്കെ വഴക്ക് പറയണം, അല്ലാതെ ഒരു കുടുംബമൊക്കെ ആവുമ്പോൾ ഇങ്ങനെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല ചേട്ടാ, എനിക്കിഷ്ടമല്ല. ദേ ഇന്നോട്ട് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ വഴക്ക് പറയാൻ സമ്മതിക്കത്തില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ ഫ്രമും ഡൂവും എഞ്ചിനീയറിന്റെ സ്പെല്ലിങ്ങും ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലയോ? എടി എനിക്ക് അത് അറിയാഞ്ഞിട്ടൊന്നും അല്ല. അച്ഛന് മുന്നിൽ ചെന്നിരിക്കുമ്പോൾ എനിക്കൊരു പേടിയാ, പെട്ടെന്നല്ല ഞാൻ മറന്നു. ആ കൊള്ളാം. എന്തിനാ പേടിക്കുന്നത്? വാ തുറന്ന് അങ്ങോട്ട് ധൈര്യമായിട്ട് പറയണം. നിങ്ങളുടെ അച്ഛൻ മിലിറ്ററിക്കാരനാ, കാര്യം ശരിയാ, പക്ഷെ റിട്ടയർഡ് ആയ ആളാ. എന്ന് വെച്ച് 24 മണിക്കൂറും പഞ്ചവച്ചും അടക്കി കുമ്പിട്ട് നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അച്ഛനെ ധൈര്യത്തോടെ മുഖത്ത് നോക്കി കണ്ണി നോക്കി സംസാരിക്കണം. അത് നിങ്ങൾക്ക് എന്താ പറ്റാത്തത്? ആ വരുന്നു അച്ഛാ. എത്ര വയസ്സായി? എന്തിനാ അച്ഛാ ചേട്ടൻ ഇങ്ങനെ അടിക്കുന്നേ? എന്തിനാ ഇവനെ അടിക്കുന്നേന്നോ? മോളെ, ഇവന് എത്ര വയസ്സായി? 28. 28 വയസ്സായ ഒരുത്തന് തേങ്ങ ഏതാ കരിക്ക് ഏതാന്ന് തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ലയോ? നിനക്കറിയത്തില്ലയോ കൊച്ചേ തേങ്ങ ഏതാ കരിക്ക് ഏതാന്ന്? അറിയാം. ഇവനോട് തേങ്ങ പൊതിക്കാൻ പറഞ്ഞപ്പോ അതിനകത്തുനിന്ന് കരിക്കെടുത്ത് പൊതിച്ചു വെച്ചേക്കുന്നവന്. എനിക്കറിയാമോ? വാ വെച്ച് സംസാരിക്കുന്നു. ഇവനെ നാളെ കാലത്ത് ഒരു കുടുംബം നോക്കേണ്ടവനാ. തേങ്ങ ഏതാ കരിക്ക് ഏതാന്ന് അറിയത്തില്ല ഇവന് എന്തോ ഇത്ര നാളും പഠിച്ചത്? നിന്നെ പറഞ്ഞാ മതി, ഞാൻ നാട്ടിലില്ലായിരുന്നടി. നീ ലാളിച്ച് വളർത്തേണ്ടി ഇവനൊന്നും അറിയാതായി പോയത്. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഇവൻ ഏത് ലെവലിൽ പോയെന്ന് എനിക്കറിയാം. എന്തുവാ അമ്മ ഇത്? ഞാൻ വന്നപ്പോ തൊട്ട് കാണുമോ അച്ഛൻ ഇങ്ങനെ എന്റെ ചേട്ടനായിട്ട് അടിക്കുന്നത്? ആരെങ്കിലും ഇങ്ങനെ ചെയ്യുവോ? 10-28 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ ആരെങ്കിലും ഇങ്ങനെ അടിക്കുവോ? മോള് വിഷമിക്കാതിരിക്കേ. അച്ഛന് ദേഷ്യം കൊണ്ടൊന്നും അല്ല, അച്ഛനാ സ്നേഹം ഇങ്ങനെയൊക്കെ കാണിക്കാൻ അറിയത്തുള്ളൂ. അമ്മ കൂടുതലൊന്നും പറയണ്ട. അമ്മേ, എനിക്കും ഉണ്ട് അച്ഛനും അമ്മയും, എനിക്കൊരു അനിയനും ഉണ്ട്. ഞങ്ങളെ അച്ഛനും അമ്മയും തല്ലി തന്നെയാ വളർത്തിയത്, എന്ന് വെച്ചൊരു പ്രായം വരെ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ വളർന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ അടിച്ചിട്ടില്ല. ഇതൊക്കെ കാണുന്നവർക്കുണ്ടല്ലോ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാ. പ്രത്യേകിച്ച് ആ മനുഷ്യൻ താലി കെട്ടി എനിക്ക്, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കരുതായിരുന്നു. നാളെ ഞങ്ങൾക്കൊരു കൊച്ചുണ്ടാവുമ്പം അതിന്റെ മുന്നിൽ വെച്ച് സ്വന്തം അച്ഛനെ അതിന്റെ അപ്പൂപ്പനെ ഇങ്ങനെ അടിക്കുമ്പം ആ കൊച്ചു എന്തോ വില കൊടുക്കും എന്റെ ഭർത്താവിന്. അമ്മ, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ചങ്ക് കിടന്ന് പെടയോ, അറിയാമോ? മോളെ, അവൻ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വന്ന് കുറച്ച് നന്നാവാൻ വേണ്ടിയിട്ടാ. എന്ത് പോട്ടെന്നാ അമ്മേ, അമ്മ അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. പണ്ടത്തെ കാലമൊന്നും അല്ല എന്റെ ചേട്ടനായിട്ട് ഇതെല്ലാം സഹിച്ചിരിക്കുന്നത്. അമ്മേ, എനിക്കിനി ഒന്നും പറയാനില്ല. ഇനി എല്ലാം അമ്മയുടെ ഇഷ്ടം. എനിക്ക് ഭ്രാന്ത് പിടിക്കുക. ചേട്ടാ, കുറച്ച് കാര്യങ്ങൾ പറയുന്നത് സമാധാനത്തോടെ ഒന്ന് കേൾക്കണം. നമ്മുടെ മോൻ 5-10 വയസ്സുള്ള ഒരു കൊച്ചൊന്നും അല്ല. അവനെ ഇങ്ങനെ അടിക്കാനൊക്കെ ഒന്നുമില്ലേലും വേറൊരു വീട്ടിൽ നിന്നൊന്നൊരു പെങ്കൊച്ചുള്ളതല്ലേ. അവനെ ഇങ്ങനെ അവിടെ മുന്നിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു വില കാണുമോ? അവനും അത് ഭയങ്കര വിഷമമാണ്, ആ കൊച്ചിനും ഭയങ്കര വിഷമമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സമാധാനത്തോടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അവൻ്റെ ഭാഗത്തുനിന്ന് തെറ്റല്ലാതെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? നാളെ കാലത്ത് അവനൊരു കുടുംബം നോക്കേണ്ടവന്. അവൻ ഇപ്പോഴേ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലേ അപ്പം മനസ്സിലാവത്തുള്ളൂ. അതൊക്കെ ശരിയാ ചേട്ടാ, എന്നാലും സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് അവനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ? അതൊന്നും ഒഴിവാക്കിയാൽ മതി. ഞാൻ അടിക്കുന്നില്ല, നിനക്കത് കേട്ടാൽ മതിയല്ലോ. മതി. ആ, എന്നാ ചെല്ല്. ചായ എടുക്കട്ടെ? വേണ്ട. മോനെ, ആ അച്ഛാ, നീ വന്നേടാ. നമസ്കാരം.
നീ മറ്റേ ശശാങ്കന്റെ മോനല്ലേ? ആമച്ചാ നീ ഇപ്പൊ എവിടാ? ഞാൻ ഷിപ്പില. ഷിപ്പിലോ? എന്ന് വന്ന്? ഞാൻ മെനിയാന്ന് വന്ന്. ആ, ശമ്പളമൊക്കെ എങ്ങനെയുണ്ട്? ശമ്പളം 2-3 ലക്ഷം രൂപയുണ്ട്. ആ, അത്ര ഉണ്ടില്ലേ? നിന്റെ കൂടെ പഠിച്ചില്ലടാ അവൻ? ആ, എൻ്റെ കൂടെ പഠിച്ചവൻ. എടാ നീ ഇപ്പൊ എന്താ പരിപാടി? എടാ ഞാനിവിടെ കോപ്പറേറ്റീവ് ബാങ്കില്. എത്ര ഉണ്ട് സാലറി? 25 രൂപയുണ്ട്. ആ, പിന്നെന്താണെന്ന് വെച്ചാൽ അതുപോലെ ജീവിക്കാൻ, നാട്ടില് അമ്മയുടെ അച്ഛൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യാം. ആ, 25,000 രൂപയ്ക്ക് നീ നിൽക്കുവോ ഇവിടെ? അയ്യോ ഞാൻ നിൽക്കത്തില്ല. ആ, പിന്നെ എന്തിനാ ആവശ്യമില്ലാതെ ഉപദേശിക്കാൻ നിൽക്കുന്നത്? ഇപ്പൊ നീ സെക്കൻഡ് ഓഫീസർ ആയോ? ഇല്ല ചാ, ഞാൻ അടുത്ത സെയിൽ കഴിയുമ്പം ക്യാപ്റ്റൻ ആവും. അതെന്താ സെയില്? ക്യാപ്റ്റന്മാരെ വിൽക്കാൻ വെച്ചേക്കോന്നോ കപ്പലില്? അയ്യോ അതല്ല, നമ്മുടെ അതിനിടയ്ക്കുള്ളൊരു ടോക്ക് അത്. അടുത്ത സെയിലർ കഴിയുമ്പോൾ ഇതാവും. നീ അടുത്തിരിക്കുന്ന ആളെ കണ്ടില്ലേ? അച്ഛാ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു. ആരേത്? അയാളുടെ ഭാര്യയെ. കല്യാണം കഴിച്ചോ? കല്യാണം കഴിഞ്ഞു. ഞാൻ തന്നെ വിളിച്ച പക്ഷെ കിട്ടിയില്ല. ആ, കല്യാണമൊക്കെ ഇതിനിടയ്ക്കാൻ കഴിഞ്ഞു ആശാന്റെ. കൊള്ളാങ്ങളാ, ഹാപ്പി മാരീഡ് ലൈഫ്. അതാ മോനെ, നിങ്ങളുടെ ഷിപ്പിലേ നിങ്ങളുടെ തുണി കഴുകാനോ ചട്ടി കഴുകാനോ ഷിപ്പ് തുടച്ചിടാനോ ഷിപ്പ് കഴുകാനോ വല്ലോ ആളെ വല്ലോ വേണോ? അതാകുമ്പോ അവിടെ നല്ല ശമ്പളമൊക്കെ കിട്ടുമല്ലോ, ഇല്ലേടി? എന്തൊരു വർത്താനോ ചേട്ടാ, നിങ്ങളല്ലേ ഒറ്റ മോനെ നമ്മുടെ കൂടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് ഇവിടെ പിടിച്ച് നിർത്തിയത്. എന്നിട്ടിപ്പം എടേ, പറഞ്ഞതുള്ളത് തന്നെ. ഒറ്റ മോനാന്ന് പറഞ്ഞേ ഇവിടെ നല്ലപോലെ ജോലി നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി ശമ്പളം കിട്ടും. അവൻ എന്താ പോകാത്തെ? അവൻ കാള കളിച്ചിരിക്കുക. അവന് കുഴുമടിയനാവും, കുഴുമടിയൻ. എന്തെങ്കിലും ഉണ്ടോടാ മോനെ? അയ്യോ അച്ഛാ, നമ്മളത് പഠിച്ച് കോഴ്സ് കഴിഞ്ഞിട്ട് കയറുന്നില്ലേ, അത് മാത്രമല്ല അവിടെ പാത്രം കഴിഞ്ഞ് ചട്ടി കഴിഞ്ഞൊക്കെ നമ്മൾ തന്നെ ഉണ്ട്. പുറത്തുനിന്നാരും വേണ്ട. പിന്നെ ഇവന് ജോലി വേണമെങ്കിൽ ഞാൻ വേണേ പറഞ്ഞ് റെഡിയാക്കി തരാം. പക്ഷെ നങ്കൂരം കഴിവത്തില്ലേ, നങ്കൂരത്തിന് ചെങ്ങലയും കഴിയാൻ വേണ്ടി ഞാൻ സെറ്റാക്കി കൊടുക്കാം. പിന്നെ പോരാത്തനെ നമ്മുടെ ഈ ഷിപ്പിന്റെ അടിയിലേ ഈ വെള്ളം പോകുന്ന ഭാഗമില്ലേ, അതിനടിയിൽ ഈ ചിപ്പികളും സ്റ്റാർ ഫിഷും ഒക്കെ ഒട്ടിപ്പിടിക്കും. അതിനെ എടുത്ത് വേണേൽ കച്ചവടം ചെയ്യാൻ ഇവനൊരു സെറ്റപ്പ് ഞാൻ വേണേ ഉണ്ടാക്കി കൊടുക്കാം. അവിടെ ഇവന് മുങ്ങാനും നീന്താനും ഒക്കെ അറിയാമോ നിനക്ക്? ഇവനെ മുങ്ങാ അറിയാം, മുങ്ങിട്ട് അവിടെ കിടന്ന് നീന്താ അറിയാം. പിന്നെ പറക്കല്, ഇപ്പം പറക്കാനാണെങ്കിൽ പറക്കി ഓരോന്ന് വായിക്കാനൊക്കെ അവനറിയാം. എഴുതാനും ഒന്നും അറിയത്തില്ല ഇവന്. ചുമ്മാ അടങ്ങിയിരടി, ഉള്ള കാര്യമില്ലേ ഞാൻ പറയുന്നത്. ഇവൻ എന്തോ ഉണ്ട് ബുദ്ധിയില്ലാത്തവൻ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി മോനെ. ദേവജി ക്രിക്കറ്റ് കളിക്കായിരുന്നോ? അവന്റെ ചമ്പ് അനങ്ങത്തില്ല. നീ അല്ലേ? സത്യം പറയാലോ, ശങ്കരപ്പിള്ള പറഞ്ഞതിനോട് എനിക്കൊരു യോജിപ്പില്ല. അത് വിട്ടേക്ക്. ഇത് കപ്പയൊക്കെ ഒത്തിരി നട്ടുണ്ടല്ലോ, ഇതൊക്കെ അവന്റെ പരിപാടിയാണോ? ഏതോ എന്റെ മോനാന്ന്. ആ കൊള്ളാം. ആ മതയാന നട്ടത് തന്നെ. അവൻ അതിനുള്ള കഴിവൊന്നുമില്ല, ഇത് ഞാൻ തന്നെ നടത്തി. ഓൻ വന്നല്ലോ. അച്ഛാ വണ്ടിയുടെ താക്കോലോ? ആ ഷെൽഫി ഇരിപ്പുണ്ട്. എടാ നിന്നേടാ, ഇതാരാ വിളിക്കുന്ന നോക്കി വന്ന്. ഹലോ, വരുന്നു മോളെ, ഇത് കഴിഞ്ഞിട്ടേ വരാം. Okay, yeah. Hello? Yes. I think we have already paid the bill. അച്ഛാ, സ്വർണ്ണപ്പണയത്തിന്റെ ബില്ലൊന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞ് അടച്ചില്ലായിരുന്നോ? അച്ഛൻ അടച്ചില്ല അച്ഛത്. May I know when is the due date? മോൻ എടുക്കണമല്ലോ, ശ്രദ്ധിക്കണം. അച്ഛാ, ഈ മാസം അവസാന ഡ്യൂ ഡേറ്റ്. അപ്പൊ അടച്ചിട്ടില്ലായിരുന്നോ? എന്റെ പൊന്നച്ച, അത് പറയണ്ടായിരുന്നു എന്റെ അടുത്ത്. ഞാൻ അടക്കത്തില്ലായിരുന്നു. അത് ലാസ്റ്റ് വരെ വെച്ചോണ്ട്. എത്രയായിരുന്നു പലിശ? എത്രയാണ് പലിശ? ഇൻട്രസ്റ്റ്? May I know what is the interest rate? 9%. 80%? 9% പലിശക്കായിരുന്നു അച്ഛൻ വെച്ചിരുന്നത്. എന്തിനാ 9% വെക്കാൻ പോയി? Okay. So you want the signature, right? So I think it is not possible from our side to come. അച്ഛാ, നമ്മൾ അവിടെ പോയി ഇടാൻ പറ്റില്ലല്ലോ സിഗ്നേച്ചർ. പറ്റത്തില്ല. Can we go for a digital signature? Yeah, it will be quite easy for us. ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുത്താൽ മതി. അതൊരു കാര്യം, ഞാൻ റെഡി ആവും. ഞാൻ വാട്സ്ആപ്പ് ചെയ്യാം. Okay. I am so sorry from our side that if we disturbed you. I'm so sorry. Okay. We know time is very precious. Okay. Sorry. This won't happen again. Okay, thank you. അച്ഛാ, ആ പലിശ 9% പലിശക്കായിരുന്നു വെച്ചിരുന്നത്, സ്വർണത്തിന്റെ പണയം. അപ്പം ഇപ്പൊ അവർക്ക് 31-ാം തീയതിയാണ് ലാസ്റ്റ് അടയ്ക്കേണ്ടത്. ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്താൽ മതി. അച്ഛൻ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയിക്കോളാം കേട്ടോ.
കേമൻ. നിക്ക, ഇവനെന്ത് ഇവിടെ കിടന്ന് ഷോ കാണിക്കുന്നത്? നീ എന്തുകൂടെ ഫോൺ സംസാരിക്കാൻ വന്നപ്പോൾ യാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? രാത്രി വല്ല ഇംഗ്ലീഷ് പടം വല്ലതും കാണുന്നുണ്ടോ? ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. തനിക്കറിയാവോ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനം സംസാരിക്കാനും എഴുതാനും ഇവൻ അറിയത്തില്ല. എഞ്ചിനീയറിംഗ് വരെ പഠിച്ച് എഞ്ചിനീയറിംഗ്. അതല്ല അച്ഛാ, ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നോക്കിയല്ലല്ലോ അയാളുടെ അറിവിനെ അളക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് പുറകോട്ടാണെങ്കിൽ എന്താ, ചേട്ടൻ നല്ല കാര്യവിവരമില്ലേ? പിന്നെ ഭയങ്കര കാര്യപ്രാപ്തി അല്ലയോ അവന്? തനിക്കൊരു കാര്യം അറിയാവോ, ഒരു ആപ്ലിക്കേഷൻ എഴുതാൻ അറിയത്തില്ല, ഒരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂരിപ്പിക്കാൻ അറിയത്തില്ല. 1,35,000 എന്ന് എഴുതണമെങ്കിൽ ഗൂഗിളിൽ തപ്പും അവൻ. 1,35,000 എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുന്നതെന്ന്. അത്രയ്ക്ക് മൊണ്ണയായവൻ, അറിയോ? പിന്നെ ഇവൻ ചെയ്ത ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ആ കൊച്ചിന് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ഉള്ള കാര്യം പറഞ്ഞാൽ തൻ്റെ മോള് പിടിക്കുക. അങ്ങനെയാണ് ഞങ്ങള് മോളെ വളർത്തിയത്. അതിൻ്റെ അറിയാനുണ്ട്, മോളെ വളർത്തിയതിന് അറിയാനുണ്ട്. എന്താടാ നീ ഇവിടെ കിടന്ന് ഷോ കാണിച്ചത്? നിന്റെ അമ്മായപ്പൻ്റെ മുന്നിൽ നീ ഭയങ്കര കെങ്കേമനാണ്, ഞാൻ ഭയങ്കര മിടുക്കനാണ്, എനിക്കെല്ലാം അറിയാം, അച്ഛൻ്റെ ഉത്തരവാദിത്തം മൊത്തം ചെയ്യുന്ന മോനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അമ്മായപ്പ ആണ്ടേ ഇപ്പൊ ഭയങ്കര മിടുക്കനാണ് കേട്ടോ, എല്ലാം അറിയാവുന്ന എൻ്റെ സൽപുത്രനാ കേട്ടോ, അത്രയ്ക്ക് മിടുക്കനായി. അതെന്തു ചേട്ടാ, അവനവന്റെ ഉത്തരവാദിത്ത ബോധം കാണിച്ചല്ലേ, അതിലേക്ക് എന്തോ വഴക്ക് പറയാനാ? ഉണ്ടായിരിക്കടി, ഇങ്ങനെയാണോ ഉത്തരവാദിത്ത ബോധം കാണിക്കുന്നത്? ഉത്തരവാദിത്തമുള്ള ഒരുത്തനെ കണ്ടില്ലയോ? ഇവനെ സത്യം പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ നാണക്കേടാ. ഓരോ പിള്ളേർ ഓരോന്ന് എടുക്കുകയും കാണും. അച്ഛാ, ചോറ് വിളമ്പി വെച്ചേക്കുന്നതെന്ന് കഴിച്ചിട്ട് ഞാൻ വിളമ്പി വെക്കട്ടെ. കഴിക്കാം മോനെ, വാ. എടുക്കാം ചേട്ടാ, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യത്തെക്കാളും കൂടുതൽ സങ്കടമാണ് വരുന്നത്. നിങ്ങൾ ഇത്രയും പ്രായമായില്ലേ, നിങ്ങളുടെ അടുത്ത് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത്രയും നാൾ എന്നോടായിരുന്നു പറയുന്നത്, ഇപ്പൊ അത് നാട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛൻ വന്നപ്പോൾ എന്ന് പറഞ്ഞത് കേട്ടില്ലോ? അച്ഛൻ അങ്ങനെയൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ, നാട്ടുകാർ മൊത്തം ഓടി നടന്നു പറയും. അറിയാമോ, അതാ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം. ഇതുപോലെ എത്ര പേര്. നിങ്ങൾക്ക് കിട്ടുന്ന 25,000 രൂപയിൽ ഞാൻ ഹാപ്പിയാ. വേറെ ആരുടെ ഹാപ്പിനെസ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എനിക്കത് മതി, നമുക്ക് ജീവിക്കാൻ അത് മതി. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നാളെ ഒരു സമയത്ത് കുഞ്ഞുണ്ടാവുമ്പം ആ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ മുന്നിൽ നിങ്ങൾക്ക് ആ വിലയില്ലതാവുന്നത്. അത് നിങ്ങൾ മറക്കണ്ട. എന്നെ പോലെ എല്ലാം മനസ്സിലാക്കി സഹിച്ച് ക്ഷമിച്ച് നിൽക്കത്തില്ല കൊച്ചിന് നിങ്ങളുടെ അടുത്ത് ദേഷ്യമായിരിക്കും. മനസ്സിലാക്കിക്കോ. നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടാ ചേട്ടാ പറയുന്നത്. പിന്നെ നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ പ്രതികരിക്കും. നിങ്ങൾ പ്രതികരിച്ചാൽ അത് ഇത്രയേ ഉള്ളൂ, എല്ലാവരും അങ്ങ് മറക്കും. പക്ഷെ ഞാൻ പ്രതികരിച്ച അത് ആർക്കും മറക്കാനോ ക്ഷമിക്കാനോ പറ്റത്തില്ല. അതറിഞ്ഞു വേണം നിങ്ങൾ നിൽക്കാൻ. നിങ്ങൾ തീരുമാനിക്കും ഇനി എന്ത് വേണമെന്ന്. എനിക്ക് എന്റെ ഭർത്താവിനെ ഇങ്ങനെ ആട്ടി തൂറ്റിയിടുന്ന കാണാൻ പറ്റത്തില്ല. അച്ഛാ, പറയടാ. എനിക്കൊരു 500 രൂപ വേണം. എന്തിന്? എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്ക് പൈസ വേണം. എന്താവശ്യം? കാര്യം പറഞ്ഞേ. എന്താവശ്യമെന്ന് പറഞ്ഞാൽ അച്ഛൻ തരത്തുള്ളൂ. കാശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു തരാനേ എന്റെ കീശയിരിക്കുന്ന കാശ്. എന്താ തരാൻ പറ്റിയാല്? ഇത്ര നാൾ എന്റെ ശമ്പളം തന്നെ അച്ഛൻ്റെ തന്നോണ്ടിരുന്നത്, അതല്ലേ മൊത്തം നാട്ടുകാർക്ക് മൊത്തം പലിശ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ പൈസ തിരിച്ചു വേണം, തന്നേ പറ്റത്തുള്ളൂ. ആവശ്യം എന്തോന്ന് പറഞ്ഞാൽ മാത്രമേ നിനക്ക് കാശ് തരാൻ പറ്റത്തുള്ളൂ, അല്ലാതെ കാശ് തരാൻ തരത്തില്ലേ? അച്ഛ, എനിക്കും എന്റെ ഭാര്യയ്ക്കും ഞങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, അതിന് ഞങ്ങൾക്ക് കാശ് വേണം. അത് അച്ഛൻ തന്നേ പറ്റൂ. ഇത്ര നാൾ അച്ഛൻ തന്നെ വെച്ചോണ്ടിരുന്നില്ലയോ? ഇനി അത് വേണ്ട, എനിക്ക് എന്റെ പൈസ വേണം. നീ എന്തോടാ എന്നോട് കൈ കൊണ്ട് സംസാരിക്കുന്നത്? ആ, ഇത്ര നാൾ കഴിഞ്ഞുകൂടി നേരെ നിന്ന് സംസാരിക്കാത്തോണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്. എന്താ ഇനി വേണ്ട അച്ഛാ, കുറെ നാളെയും സഹിക്കുന്നു. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും മുന്നിൽ അച്ഛൻ എന്നെ ഒരുപാട് നാണം കെടുത്തി. ഇനി എനിക്കിത് കേട്ട് നിൽക്കാൻ വയ്യ. ഞാനും ഒരാണാ, ഒരു ഭർത്താവാ, എനിക്കും ജീവിക്കണം. ഇനി ഞാൻ കേട്ട് നിൽക്കത്തില്ല. എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പൈസ വേണം, അത് അച്ഛൻ തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അച്ഛൻ അറിയും. പിന്നെ ഒരു കാര്യം, എൻ്റെ പൈസ അത് എനിക്കുള്ളതാ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടുള്ളതാ. പിന്നെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്ര നാൾ ഞാൻ അച്ഛനെ തന്നുകൊണ്ടിരുന്നത്. ഇനി അതില്ല. മര്യാദയ്ക്ക് എനിക്ക് അതെല്ലാം തിരിച്ചു തന്നു. കണ്ടില്ലയോടി എന്റെ കയ്യെ കയറി പിടിച്ചവൻ? ഇവനൊക്കെ നന്നാവാൻ വേണ്ടി ഞാൻ പറയുന്നത്. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിങ്ങളുടെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞ് മനസ്സിലാക്കി ചെറുക്കനെ ഇങ്ങനെ ശിക്ഷിക്കരുതെന്ന്. നാട്ടുകാരുടെ മുന്നിലും കൂട്ടുകാരുടെ മുന്നിലും എല്ലാം അവനെ വഴക്ക് പറയുക അടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓ, നിങ്ങൾക്ക് വലിയ വിചാരമുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ ആളാവും, അവൻ തെറ്റുകളൊക്കെ തിരുത്തുമെന്ന്. വെറുതെയാ, നിങ്ങളുടെ വില ഇടിയുവാ ചെയ്യുന്നത്.
അവൻ എന്റെ തെറ്റും തിരുത്താൻ പോകുന്നില്ല. അവന്റെ മനസ്സാ വിഷമിക്കുന്നേ. മനസ്സ് വിഷമിച്ച് ആ കുഞ്ഞെന്തെങ്കിലും ചെയ്താലോ? പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എടി, അവൻ നമ്മുടെ മോനല്ലേ, അവനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടല്ലേ ഞാൻ അവനോട് സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ. അതൊക്കെ ശരിയാ എന്ന് പറഞ്ഞ് നാട്ടുകാരൻ വീട്ടുകാരൻ മുന്നിൽ വെച്ചാണോ അവൻ ഇങ്ങനെ പരിഹസിക്കേണ്ടത്? നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മക്കള് തന്നോളം വളർന്ന താനെന്ന് വിളിക്കണം എന്ന് അത് ഓർത്തോ.